തൃശൂർ കോവിലകത്തും പാടത്ത് റോഡിലെ കുഴിയിൽ വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ നാട്ടുകാർ അറ്റകുറ്റപ്പണികളിൽ വലിയ വീഴ്ചയുണ്ട് എന്നും പണി കഴിഞ്ഞ് ദിവസങ്ങൾക്കകം കുഴി രൂപപ്പെട്ടുവെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ കോലഴി സ്വദേശി തോമസിനും ഭാര്യ ബീനയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കോലഴിയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു തോമസും ബീനയും. ഇതിനിടയിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വഴിയാണ്, 4 വരി പാതയാണ്. വാഹനങ്ങൾ വളരെ വേഗത്തിൽ വരുന്നൊരു പാതയാണ്. ഈ പാതയുടെ ഒത്ത നടുക്ക് തന്നെയാണ് ഒരു വലിയ കുഴിയുള്ളത്. ഈ കുഴിയിൽ വീഴുകയും ഇരുവരും തെറിച്ചു വീഴുകയുമായിരുന്നു. തോമസിന്റെ 7 വാരിയലിന് പരിക്കുണ്ട്. അത്രമാത്രം ഗുരുതരമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ഒരു പ്രധാന പാതയിൽ വളരെ വേഗം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു പാതയിലാണ് ഇങ്ങനെ ഒരു കുഴി. ഇത് ഒരു വളരെ ഗുരുതരമായ ഒരു പ്രശ്നമല്ല. നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന പാതയാണിത്. നഗരത്തിലേക്ക് ആ പാതയിലാണ് ഇത്തരത്തിലുള്ള കുഴികൾ ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന റോഡാണ്. എന്നിട്ട് പോലും ബന്ധപ്പെട്ട അധികാരികൾ ഈ കുഴി അടയ്ക്കാഞ്ഞത് മൂലമാണ് ഈ തോമസ് എന്ന് പറയുന്ന ബീന എന്ന് പറയുന്ന ആ വന്ധ്യവയോധികരായ അവർക്ക് ഈ അപകടമുണ്ടായത്. ഇരുചക്രവാഹനക്കാർ, ഈ പ്രത്യേകിച്ച് പ്രായമായവർ, സ്ത്രീകൾ ഈ കുഴി കാണുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് വീഴുകയും അവരുടെ ബാലൻസ് നഷ്ടപ്പെടുകയുമാണ്. ഇത് നഷ്ടപ്പെടുന്ന പോലെ ഇവർ ഒന്നല്ലെങ്കിൽ വീഴുകയോ അല്ലെങ്കിൽ പിറകിൽ വരുന്ന വാഹനം ഇടിക്കുകയോ ഉണ്ടായാണ്. അപ്പൊ അതുമൂലമാണ് ഈ അപകടങ്ങൾ ഉണ്ടായത്. അപ്പൊ കുഴിയാണ് കാരണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ വല്ല മെയിൻ്റെനൻസ് വർക്കുകൾ എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ടോ? രണ്ടോട്ട് അടച്ചിട്ടുണ്ട്. കുഴിയാണ് അടച്ചിട്ടുണ്ടോ? അല്ല, ഈ 4 കുഴി അടച്ചിട്ടേ ഉള്ളൂ. ഇത് മാത്രം അടച്ചില്ല. ഇതാണ് അല്ല അടച്ചില്ല. അവിടെ അടച്ചിന് കാര്യമില്ല. വണ്ടിയോടെ പോയിക്കൊണ്ടിരിക്കും, വീണ്ടും പൊളിയത് അടയ്ക്കും. അതൊരു പേപ്പർ ടാറിംഗ് എന്ന് പറഞ്ഞ പോലെ സാധനം ചെയ്യണേ. ഇവര് വന്നത് ഇടും, പിറ്റേ ദിവസം കുഴിയാവും. അത് ആരെങ്കിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് മാത്രം. ഇതിപ്പോ ഒരു ഗവർണർ പോവാണെങ്കിൽ പിറ്റേ ദിവസം അടയ്ക്കും, 2 വർഷം അടയ്ക്കില്ല. ഇതില് വീണിട്ട് നിരവധി പേര് ടയർ പൊട്ടല്. കഴിഞ്ഞ ദിവസം വരെ ഒരു മറ്റേ ജോലിക്ക് പോണ ഒരു പെൺകുട്ടി വീണു. അങ്ങനെ കുറെ പേര് വീണുണ്ട്. ഇന്നലെ ഒരു 4-5 മണി സമയത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വീണിട്ടാണ് തെറിച്ച് പോയത്. ആളുടെ മുഖത്തൊക്കെ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരുടെ മുഖത്തൊക്കെ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. കിടന്നുണ്ട് അരമണിക്കൂർ നല്ലോണം. കാരണം ഞാൻ എത്തുമ്പോ തന്നെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു ചേച്ചിയാണ് എന്റെ അടുത്ത്, കുറെ നേരമായി ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല പറഞ്ഞു. ഒരു 50 പേരോളം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്. ബാക്കിയുള്ളവരുടെ റണ്ണിങ്ങിൽ പോകുന്നുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത്. ഈ മെറ്റലൊക്കെ സമീപത്ത് മെയിൻ്റെനൻസ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പൊളിഞ്ഞളകി കിടക്കുകയാണ്. അപ്പോൾ ഒരു വാഹനം, ഇരുചക്ര വാഹനമോ ഏതൊരു വാഹനം ആയിക്കോട്ടെ, വരികയോ ബ്രേക്ക് പിടിക്കുകയോ ഒക്കെ ചെയ്താൽ നിയന്ത്രണം തെറ്റാനും അപകടം പറ്റാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. മൽഗോഡ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.